ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. ശ്യാമയുടെ കുറെ പ്രോഗ്രാംസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ എന്താ പറ്റിയെന്നറിയില്ല, ശ്യാമ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോയി. പ്രോഗ്രാമിന്റെ ആളുകളൊക്കെ എന്നെ വിളിച്ചോണ്ടിരിക്കുക. എനിക്ക് എത്രയും പെട്ടെന്ന് ശ്യാമയെ കണ്ടെത്തിയേ പറ്റൂ. അതാ ഹോളിവുഡുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. അതെ മേഡം, മേഡം ചോദിക്കുമ്പോ ഞാൻ എങ്ങനെ പറയാതിരിക്കുക? അല്ല, ഇത്രയും വലിയ കാര്യം എനിക്ക് വേണ്ടി ചെയ്യുന്ന ആളല്ലേ. ശ്യാമ മേഡം ഇവിടെ തന്നെ ഉണ്ട്, കൂടെ മേഡത്തിന്റെ മോളും ഉണ്ട്. ഇപ്പൊ എന്റെ മുന്നിലുള്ള തടസ്സം രാധികയാ, ശ്യാമയുടെ മകൾ. ഈ അവധിക്കാല വസതിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുൻപ് രാധിക കൊല്ലപ്പെടണം. അത് ജയന്തി ചെയ്യണം. എന്റെ പൊന്നു മേഡം, ഞാൻ ഈ വായിട്ടലച്ച് വർത്താനം പറയുന്നല്ലാതെ അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ വിട്ടേക്ക് മേഡം. അത്രയും നല്ലൊരു കൊച്ചിനെ ഞാൻ കൊല്ലാനോ? എനിക്ക് പറ്റില്ല മേഡം. ജയന്തി ഒന്ന് നിന്നെ. ജയന്തിയുടെ മൂത്ത മോളുടെ കല്യാണമല്ലേ, അത് നിനക്ക് ഭംഗിയായിട്ട് നടത്തണ്ടേ? ഞാൻ പറയുന്ന കാര്യം ജയന്തി നടത്തി തന്ന ജയന്തിയുടെ മകളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം, ആർഭാടമായിട്ട്. തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം വേണം. അയ്യോ അയ്യോ, എന്നൊന്ന് ചെയ്യില്ല രാമേട്ട. അയ്യോ, എന്നൊന്ന് ചെയ്യില്ല രാമേട്ട. അറിയാതെ പറ്റിപ്പോയത്. അയ്യോ അയ്യോ, അടിക്കില്ലേ അടിക്കില്ല രാമേട്ട, തെറ്റുപറ്റി. രാമചന്ദ്ര, വേണ്ട വേണ്ട, അവളൊന്നും ചെയ്യണ്ട. ഈ നന്ദിയില്ലാത്ത മൃഗത്തിനെ വേറെ എന്താ ചെയ്യണ്ട മാഡം? കൊല്ലണ്ടേ ഇവളെ? വേണ്ട. ജയന്തി, നിന്റെ ഭാഗത്തുനിന്ന് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ അവസ്ഥയൊക്കെ അറിയുന്ന നീ. മേഡം, പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കേ.